അവർ ഒഴിഞ്ഞു മാറിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന എന്തിനാണ്? കലാഭവൻ നവാസിന്റെ അവസാന സിനിമയായ പ്രകമ്പനം തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് കുറെ മീഡിയാസ് അവരുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും അവരൊന്ന് വെറുതെ വിട്ടൂടെ? അവരുടെ ഹസ്ബൻഡിന്റെ അവസാനത്തെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു തിയേറ്ററിൽ വന്നിട്ടുള്ളത്. അവരുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മയക്കം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ പോകാൻ തോന്നി? വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ. കാരണം ഒരു മനുഷ്യൻ വേദനയോടെ നിന്നിരുന്നാലും അതിൻ്റെ ഇടയിലും മയക്കം പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഒരു കുശല വർത്തമാനം ഉണ്ടല്ലോ, ആ ഒരു വർത്തമാനം അത് ഇനിയെങ്കിലും നിർത്തുക. കാരണം രേണു സുധിയുടെ നിങ്ങൾ താരതമ്യം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. അത്രയും ആ ഒരു ഹസ്ബൻഡിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാണ്ട് മറ്റുള്ള ആൾക്കാർക്ക് പോകുന്നത് കണക്ക് ഇങ്ങനെ മയക്കം പൊക്കി പിടിച്ചുകൊണ്ട് പോകും. കുറച്ചെങ്കിലും ഒരു നാണം വേണ്ടേ? കുറച്ചെങ്കിലും ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കാണ്ട സാമാന്യ ബുദ്ധിയെങ്കിലും പുറത്ത് കാണിച്ചെന്നാൽ അത്രയും നന്നായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാണ്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണ്ടല്ലോ. അവരുടെ ആ ഒരു ഭർത്താവിന്റെ ഓർമ്മയാണ്. അപ്പൊ അതൊന്നും ആലോചിച്ച് നോക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ എന്താ വെള്ളം ഇട്ടുകൊണ്ട് വന്നത്? ഇതൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അവരങ്ങ് പോട്ടെ, അവരുടെ വഴിക്ക് അങ്ങ് പോട്ടെ. അവരുടെ സിനിമ ആണ് അവര് കണ്ടിട്ടങ്ങ് ആ ഒരു വഴിക്ക് അങ്ങ് പോട്ടെ. എന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ മയക്കം പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്? അതിന്റെ വല്ല കാര്യമുണ്ടോ? അതിന്റെ കാര്യമൊന്നും എനിക്കില്ല. എത്രയും ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ ഇടയിലേക്ക് നിങ്ങൾ പോവോ? ഈ ഒരു സമയത്ത് അവരങ്ങ് വെറുതെ വിട്ടൂടെ? എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ആ ഒരു കണ്ണില് കണ്ണുനീര് ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നുണ്ട്. ആ ഒരു മകൻ ചേർത്ത് പിടിക്കുന്നുണ്ട് തന്റെ അമ്മയെ. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എന്ന് വെച്ചാല് അവരുടെ ആ ഒരു സ്നേഹം അത് ഒരിക്കലും നഷ്ടപ്പെടാത്തതാകേണ്ടതായിരുന്നു. പക്ഷെ എന്തോ നഷ്ടപ്പെട്ടതിന് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ. ഒരു വിഷമത്തിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് കാണിക്കുമ്പോഴത്തേക്ക് എന്ത് വിഷമമായിരിക്കാം.